ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല രുചിയുള്ള ഗോതമ്പ് ദോശയാണ്. നമ്മുടെ വീട്ടിലുള്ള വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ഗോതമ്പ് ദോശ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. കറികൾ ഒന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ കഴിയുന്ന ഈ ഗോതമ്പ് ദോശ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഗോതമ്പ് പൊടി ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കൂടെ തന്നെ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ ഒരു ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ചതച്ച മുളക്. ചതച്ച മുളകിന് പകരം നമുക്ക് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുത്ത് ഗോതമ്പ് ദോശയ്ക്കുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കണം. നമ്മളിവിടെ ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അല്പാൽപ്പമായിട്ട് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം. ഗോതമ്പ് ദോശയ്ക്കുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കുമ്പോൾ കൂടുതൽ ലൂസും കൂടുതൽ തിക്കും അല്ലാത്ത ഒരു പാകത്തിന് വേണം റെഡിയാക്കി എടുക്കേണ്ടത്. നമ്മളിവിടെ 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നമ്മൾ എടുക്കുന്ന ഗോതമ്പ് പൊടി അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി നമുക്കിത് ഒരു 5 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അടച്ച് മാറ്റിവെക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ ബാറ്റർ നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ദോശ തയ്യാറാക്കി എടുക്കാം. പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചൂടായ പാനിലേക്ക് ആവശ്യത്തിന് വേണ്ട ബാറ്റർ ഒഴിച്ചു കൊടുത്ത് പരത്തിയെടുക്കാം. പാൻ ചൂടായതിനു ശേഷം ഗ്യാസ് ലോ ഫ്ലെയിമിൽ വേണം ബാറ്റർ ഒഴിച്ചു കൊടുത്ത് പരത്തിയെടുക്കേണ്ടത്. അതിനുശേഷം ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ദോശ കുക്ക് ചെയ്തെടുക്കാം. അല്പസമയം കഴിയുമ്പോൾ ദോശയുടെ മുകൾ ഭാഗം ഇതുപോലെ ഡ്രൈ ആയിട്ട് വരും. ഈ ഒരു ടൈമിൽ ദോശയുടെ മുകളിലായിട്ട് അല്പം വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് പകരം നമുക്ക് നെയ്യോ ബട്ടറോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ദോശ മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ദോശ തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് നമുക്ക് 2 സൈഡും മൊരിച്ചെടുക്കണം. ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ദോശ ചെറുതായിട്ടൊന്ന് പൊങ്ങി വരും. ഈ ദോശ അത്യാവശ്യം നല്ലതുപോലെ മൊരിഞ്ഞു വരുമ്പോഴാണ് കഴിക്കാൻ കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ഇവിടെ ഇപ്പോൾ ഈ ദോശ പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. പാനിൽ നിന്നും മാറ്റാം. ബാക്കിയുള്ള ദോശയും നമുക്ക് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഈ ദോശ നമുക്ക് ചെറു ചൂടോടെ കഴിക്കുമ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ കഴിയുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് ദോശയാണിത്. ഗോതമ്പ് ദോശ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും. ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്